Hello dears, Assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഒരു സന്തോഷം അറിയിക്കാനുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം ഒരു 100 വീഡിയോ ആവാനായി. അപ്പോൾ 100ാമത്തെ വീഡിയോ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം സ്പെഷ്യൽ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരു Q&A വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ചോദിക്കാം. ഫണ്ണി ക്വസ്റ്റ്യൻസ് ആവും, സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും, എല്ലാം ആവും. അപ്പം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്താണ് ചോദിക്കേണ്ടത് വെച്ചാൽ. അപ്പോൾ അടുത്ത വീഡിയോ ആണ് നമ്മുടെ 100ാമത്തെ വീഡിയോ. അപ്പം നമുക്ക് ഇനി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ. അപ്പം ഈ ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷമായിരിക്കും മസാലകളൊക്കെ ഇടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാം റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള പൊരിച്ചെടുക്കുമല്ലോ, അതുപോലെ 3 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ സവാള നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി അതിലേക്ക് 4 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ചതച്ചതും അതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു അത്യാവശ്യത്തിന് വലുപ്പമുള്ള തക്കാളി മുറിച്ചിട്ടതും പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വിനെഗർ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ഈ സവാള പൊരിച്ചല്ലോ അതിൻ്റെ 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കാം. ആ ഓയിൽ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ആദ്യം സവാള പൊരിക്കാൻ വേണ്ടി എടുത്തത് വെളിച്ചെണ്ണ ആണ് കേട്ടോ, എണ്ണയല്ല. അത് പറയാൻ വിട്ടുപോയിക്കാണ്. അപ്പം ഇങ്ങനെ ഓരോരോ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണ യൂസ് ആക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തതായിട്ട് അടിയൊക്കെ നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലൊക്കെ ഇനി എണ്ണയും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കനെല്ലാം കുറച്ച് നല്ല അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടതൊന്ന് അടിച്ച് വെക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുക്കും ഇതൊന്ന് കുക്കായി വരാൻ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ എണ്ണ ഒഴിക്കുന്നില്ല, വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ 3/4 മണിക്കൂറിന് ശേഷം ഇതാക്കുന്ന നമ്മുടെ ചിക്കനൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നിട്ട് കുറച്ച് അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്.